ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസിനൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന്, വ്യൂസിന്, ലൈക്സിന്, കമൻസിന് എല്ലാത്തിനും തന്നെ ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത് പുതിയതായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞാനൊരു ടാസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടാസ്ക് എന്താണ് എന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ, എനിക്ക് പറയാനുള്ള ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഞാന് ഇന്ന് ലൈക്ക് ഒരു തീക്കളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടൈം ഞാനൊരു കാര്യം ട്രൈ ചെയ്യാൻ പോവാണ്. വലിയ ആനക്കാര്യമൊന്നുമല്ല, എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ നോർമലി പണ്ട് ഒരു ടൈമിലൊക്കെ ഈ ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എന്താണ് പറയാ, ബോഡി ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വീറ്റിന്റെ ക്രീമോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ ഫസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നെ റേസേഴ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. പക്ഷെ റേസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വളരുന്ന ഹെയർ വന്നിട്ട് ഭയങ്കര തിക്കായിട്ട് ആയിരിക്കും വളരുന്നത്. പിന്നെ അതുപോലെ തന്നെ റേസേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫ്രിക്ഷൻ വന്നിട്ട് നമ്മുടെ അണ്ടർ ആംസ് അതുപോലെ തന്നെ ഇന്നർ ഏരിയാസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഡാർക്ക് ആവാനുള്ള ചാൻസസും അധികമാണ്. പിന്നെ ഈ ഹെയർ റിമൂവൽ ക്രീംസിനകത്ത് കൂടുതലും കെമിക്കൽസ് ആയതുകൊണ്ട് തന്നെ അത് സ്കിൻ പെട്ടെന്ന് ലൈക്ക് റിങ്കിൾസ് പോലത്തെ കാര്യങ്ങളും ഇതൊക്കെ വരാനും ഒക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കിനാണ് ഞാൻ ഈ ഹെയർ റിമൂവൽ ക്രീം ഉപയോഗിക്കുന്നത് നിർത്തിയത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ നമുക്ക് ഈ കെമിക്കൽസ് ഒരുപാട് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള pH ഒക്കെ ഇല്ലാതാക്കിയിട്ട് എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവേലി വലിച്ചു വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഈ പറയുന്ന റിമൂവൽ ക്രീംസ് ഒക്കെ ഞാൻ ഒഴിവാക്കിയത്. അതിനുശേഷം പിന്നെ ലൈക്ക് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഈ സലൂൺസിൽ പോയിട്ട് നമ്മുടെ വാക്സിങ് ഉണ്ടല്ലോ, ഹോട്ട് വാക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് കൺഫേം ആയിട്ടൊരു 2 വീക്സ് നമുക്ക് ലൈക്ക് ഫ്രീ ആയിട്ട് നടക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാം. നമുക്ക് ഒന്നിനെ കുറിച്ചിട്ടും വറീഡ് ആവേണ്ട കാര്യമില്ല. അയ്യോ സ്ലീവ്ലെസ് ഇടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ് ഇടാൻ പറ്റത്തില്ല എന്നുള്ളൊരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് ആ ഒരു ടൈമിൽ ആ ഒരു 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്ലീവ്ലെസ് ഇടാം, ഷോർട്ട് ഡ്രസ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം, യാതൊരു പ്രശ്നമില്ല. കാരണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അതിനുശേഷം ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ വന്നിട്ട് സ്ട്രോബെറി ഹെഡ്സ് പോലെ വന്ന് പിന്നെ അത് ഹെയർ ഗ്രോത്ത് ആയിട്ട് വന്നിട്ട് അതങ്ങനെ പോകുന്നതായിരിക്കും. അപ്പം ഇത്രയും നാളും പാർലറിൽ പോയി തന്നെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ദുബായിൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ മണിക്ക് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. പക്ഷെ നാട്ടിലെ മണി കൺവേർട്ട് ചെയ്തിങ്ങനെ നമ്മൾ നോക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് ഒരുപാട് ചിലവാകുന്നുണ്ടോ എന്ന് വരവ് ചിലവ് കണക്കുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ലൈക്ക് പാർലറിൽ പോകുന്നതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മൾ പോകുന്ന സ്ഥലം പോലെ ആയിരിക്കും. ഇപ്പം ചില സ്ഥലങ്ങളിൽ നല്ല സർവീസ് ആയിരിക്കും, പക്ഷെ റേറ്റ് കുറവായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കോംബോ പാക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലമായിരിക്കും, റേറ്റും കൂടുതലായിരിക്കും, സർവീസും കൊള്ളത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് അന്നേരത്തെ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നിടത്തിലേ പോകാൻ പറ്റുള്ളൂ. കണ്ണിൽ കാണുന്ന ഒരു ഷോപ്പൊക്കെ ഇത് പാർലറാണ്, ബെറ്റർ ആണോ അല്ലയോ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ പോവും, അറിയാതെ പോവും. ഓക്കെ, നമുക്കിപ്പോ ഒരു സർവീസ് എടുക്കണം, അത് ആവശ്യമാണെന്നുള്ള രീതിക്ക് നമ്മൾ പോവും. അങ്ങനെയൊക്കെ 2-3 വട്ടം പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പൊള്ളിയിട്ടൊക്കെ ഉണ്ട് എനിക്ക് വാക്സ് ഒക്കെ ചെയ്തിട്ട്. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായിക്കാണ് ഞാൻ എന്താ ആ കലാപരിപാടിക്ക് പോകുന്നതെന്നുള്ളത്. ഇതിനു മുന്നേ ഞാനൊരു അൺബോക്സിംഗ് ഡെമോ ചെയ്തതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാക്സിംഗ് ബോക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്യുപ്മെന്റ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ഹോൾ ലൈഫ് ഞാൻ ഫസ്റ്റ് ടൈം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്, സെൽഫായിട്ട് വാക്സിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പൊ അത് വാക്സിംഗ് ബീൻസ് ആണ്, അതിങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നോർമലി വാക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് അതിനകത്ത് അവർ ഇൻസ്ട്രക്ഷൻസിലൊക്കെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നോർമലി പാർലറിൽ പോയി ചെയ്യുന്നതിന്റെ അതേ ഒരു ഇത് തന്നെയാണ്. അപ്പൊ അത് സെൽഫായിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. ഇതിപ്പം സെൽഫായിട്ട് ചെയ്ത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ലാഭിക്കാം. വാക്സിംഗ് ബീൻസ് മാത്രം വാങ്ങിച്ചാൽ മതി. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ ലൈക്ക് ഷോ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനി പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ ബോഡി ലോഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഡ്രൈ ആയിരിക്കണം സ്കിൻ, എങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഹെയർ റിമൂവ് ആയി വരത്തുള്ളൂ. ഇപ്പൊ നമ്മൾ നോർമലി ഷോപ്പിൽ പോയാലും ആദ്യം ഫസ്റ്റ് മറ്റേ പൗഡർ ഒക്കെ ഇട്ട് ഫുൾ ഡ്രൈ ആക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാനിപ്പോ പോയി ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്തിട്ട് വന്നിട്ട് അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇത് എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഞാൻ ഇതുവരെ മെഷീൻ സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. സോ ഞാൻ നിങ്ങളുടെ അടുത്താണ് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിത് വെയിറ്റ് ചെയ്തൊന്ന് കാണുക.
കണ്ടതിന് ശേഷം ഇത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഒരു തവണ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറെ നാളത്തേക്കിന് അത് യൂസ്ഫുൾ ആണ്. ഈ പണ്ട് മെൻസ്ട്രൽ കപ്പൊക്കെ ഇറങ്ങിയ സമയത്ത് വന്ന ഒരു സാധനമേ. ഓക്കെ, വൺസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാളത്തേക്കിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി എക്സ്പെൻസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ. സോ ഐ എം ഗോയിങ് ടു ട്രൈ ദിസ്. എനിക്കറിയില്ല ഇത് സക്സസ് ആവോ ഫ്ലോപ്പ് ആവോ എന്ന് അറിയത്തില്ല. ബട്ട് ഐ ആം ലിറ്റിൽ ബിറ്റ് ക്യൂരിയസ് ആൻഡ് ഐ എം ഇൻ എക്സൈറ്റ്മെന്റ്. ഞാൻ ലിറ്റിൽ ബിറ്റ് നെർവസ് ഓൾസോ. ഇനി കയ്യബദ്ധം വല്ലതും പറ്റുമോ, നാറ്റക്കേസ് ആവുമോ, പൊള്ളുവോ, എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അതുവരേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് വേണ്ട ഇതായിരുന്നു കേട്ടോ. അയ്യോ സോറി, തലതിരിഞ്ഞ് പോയി. ഞാനേ തലതിരിഞ്ഞത്, ഞാൻ കാണിക്കുന്നതും തലതിരിഞ്ഞ്. എന്താണ് അവസ്ഥ? ഓക്കെ, അപ്പം എന്താണ് വാക്സ് കിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പിന്നെ കിറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത ടൈമിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആസ് എ പാർട്ട് ഓഫ് ദിസ് വീഡിയോ ഐ എം വൺസ് അഗൈൻ ഐ വിൽ ഷോ യു ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കിറ്റിനകത്ത് വരുന്ന സാധനങ്ങൾ. ഇതെന്താണ്? സ്പാച്ചുല ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വാക്സിൻ മെഷീൻ, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഒരു പാത്രവും അതിന്റെ ഒരു ബേസും, പിന്നെ ഇതിനകത്ത് കേബിൾ ഇരിപ്പുണ്ട്, പിന്നെ ഈ 3-4 കളറിലെ എന്താ പറയാ വാക്സിൻ ബീൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായി തീരുമെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല. പിന്നെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്. എൻ്റെ റൂമിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാരി വലിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോകുന്ന ഒരു ടൈമിലത്തേക്കിന് ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി പാക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അലങ്കോലമായി കിടക്കുന്ന പിന്നാമ്പുറം കണ്ടിട്ട് ആരും എന്നെ തെറി വിളിക്കരുത്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് എന്തായി തീരുമെന്നൊക്കെ ഒന്ന് നോക്കട്ടെ, ട്രൈ ചെയ്യാം. നിങ്ങളും വരൂ, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 2 മാസത്തെ അവസ്ഥയാണ് കേട്ടോ. നമുക്ക് ഞാൻ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് എത്രത്തോളം നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. കാലക്കാടൊക്കെ ഇടിയൊക്കെ കിട്ടി ഫുൾ ബ്ലഡൊക്കെ ക്ലോട്ടായി കിടക്കാം അവിടെ ഇവിടെയൊക്കെ. നമുക്കപ്പം പരിപാടിയിലേക്ക് കിടക്കാം. നെയിൽസൊക്കെ ഫുള്ള് പോയിരിക്കും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. ജെൽ നെയിൽ പോളിഷ് ആയതുകൊണ്ട് പോകുന്നില്ല ഇതൊക്കെ. പിന്നെ അത് മറ്റേ നമ്മുടെ നോർമൽ നെയിൽ പോളിഷ് റിമൂവറിൽ വരത്തുമില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയ പേടിയുണ്ട്, അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താവും അറിയത്തില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ ഓവറാക്കി ചളവാക്കുന്നതല്ല, ശരിക്കും എൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ്സ് ആണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സ്റ്റൻഷൻ കേബിളൊക്കെ ഞാൻ കണക്ട് ചെയ്തു. നമുക്ക് ഇതിനകത്തുള്ള എക്യുപ്മെന്റ്സ് വെളിയിലെടുത്ത് കണക്ട് ചെയ്യാം. ദൈവമേ, എന്തായാലും ട്രയലാണ്. നമുക്ക് നോക്കാം എന്താവും, നമുക്കറിയില്ലല്ലോ ഇത് എന്തായി തീരുമെന്നുള്ളത്. സോ ഇതിലിപ്പോൾ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏതെടുക്കാം? ഇത് കാണാൻ വെച്ചിട്ട് വൃത്തിയില്ലാതിരിക്കുമ്പോൾ ഈ മഞ്ഞയാണ്. നമുക്ക് ആദ്യം മഞ്ഞ എടുക്കാം. ദൈവമേ, എനിക്കറിയാമല്ലോ എന്താവും. അയ്യോ, ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ എനിക്ക്. ആരുടെങ്കിലൊക്കെ ആവട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ആ സാധനം. ഇതതിന്റെ അടപ്പ്. ഇതാണ് അതിന്റെ ബേസ്. നമ്മുടെ ഈ കെറ്റലിന്റെ ഒക്കെ ഇതുണ്ടാവില്ല, അതുപോലത്തെ ആ കോയിൽ വരുന്ന ഭാഗം ഇതാണ്. ഇത് ഇതിന്റെ മുകളിൽ വെക്കുന്ന ഇതാണ്. ഇത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ഈ പാത്രം വെളിയിലോട്ട് ഇതൊക്കെ നമുക്ക് മിച്ചറൊക്കെ ഇട്ട് തിന്നാം. ഈ പാത്രം ഇങ്ങനെ ആക്കിയാൽ വലുതാവും. ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചാൽ അത് ചെറുതാവും. ഇതിനകത്ത് മിച്ചറിട്ട് തിന്നാം. ഇതിപ്പാ എന്താവും എനിക്കറിയൂല. ഇങ്ങനല്ലേ? ഇങ്ങനെയാണ്. അതാണ് ഇതിന്റെ മറ്റേ കേബിള്. അഡാപ്റ്റർ കേബിൾ തന്നെ. പണ്ടാരെ ഇറങ്ങി ആടെ ഇങ്ങോട്ട്. ഓക്കെ, സോ ഇത് ഇവിടെ കണക്ട് ചെയ്യണം. അങ്ങനല്ലേ? തിരിച്ചാണോ? അല്ലേ? അങ്ങനെ ഓക്കെ, കണക്റ്റഡ്. കുത്തുകയാണ് ഗൈസ്. യേശുവേ. ഓക്കെ, ഇതിലും ഒരു ഇതുണ്ട് കേട്ടോ, സ്വിച്ച് മറ്റേ ഓണും ഓഫും ആക്കുന്നത്. ഓൺ ആവുന്നെങ്ങനെ അറിയാം? ഓക്കെ, ഇവിടെ കണ്ടോ റെഡ് ലൈറ്റ് കത്തും. അതിൻ്റെ അകത്ത് ഓൺ ആയെന്നാണ് കേട്ടോ. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. നമുക്ക് കയ്യും കാലൊന്നും കൊള്ളാതെ സൂക്ഷിക്കണം, കാരണം ഈ ചൂടാവുമല്ലോ. നമുക്കിനി ഇതിന്റെ മുകളിൽ പാത്രം വെച്ച് കൊടുക്കാം. ഇതിൽ എനിക്കും എന്താ തോന്നുന്നു അറിയാം, ഇതിൽ ചെറുതിൽ നമ്മൾ ഈ കഞ്ഞിയും കറിയൊക്കെ കളിക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് വെച്ചു. ഓഹോ, ഇപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ചെറുതാണ്. ആരും ഒന്നും വിചാരിക്കരുത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ ഓവർ എക്സ്പോസിംഗ് ആയിട്ട് വന്നിരിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. മറ്റേ എന്താ പറയുക, വ്യൂസ് കിട്ടാനോ ലൈക്ക് കിട്ടാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ നോർമലി നമ്മുടെ റൂമിൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണല്ലോ ഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഇതാണ്. പിന്നെ ഇതിപ്പം വാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പം ആ ഒരു കൺസെൻട്രേഷനിൽ എടുത്താൽ മതിയേ. അപ്പം ഇതിപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് വരാമായിരുന്നു, പൊട്ടിച്ചില്ലായിരുന്നു.
ഓപ്പൺ ചെയ്യാൻ പറ്റില്ലതല്ലാതെ ക്വിക്കർ. ഓക്കെ ഗൈസ്, നമ്മൾ വൈബും അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെ തന്നെ നേരെ തുറക്കുക. ഫൈനലി അത് തുറന്നു. നമുക്ക് ആദ്യം കുറച്ചിട്ട് നോക്കാം, ഒരുപാട് ഇട്ടിട്ട് ഇനി ഇതായി പോകണ്ട. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കി, ഇതാണ് വാക്സിൻ ബീൻസ്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊരു സ്പാച്ചിൽ എടുക്കാം. സ്പാച്ചിൽ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തട്ടിയിട്ട് ഒരുന്നുണ്ട് ഇട്ടതേ ഉള്ളൂ. തട്ടി ഇട്ട് പിടിക്കുന്ന സാധനം. ഹൈ ഹൈ, കൊള്ളാം. ശരിക്കും ഈ കുഞ്ഞു പിള്ളേർ കഞ്ഞിവെള്ളം കളിക്കുന്ന ആ ഒരു ഫീല്. ഹായ് ഹായ് ഹായ്, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമല്ല. ഓക്കെ, ഇത് ഹണി വാക്സ് ആണ് കേട്ടോ. നല്ല നല്ല ഹണിയുടെ മണമാണ് വരുന്നത്. ടാസ്ക് ഓക്കെ, അത് ഉരുകട്ടെ ഉരുകി പോണടി എന്നുള്ളം. പിന്നെ വാക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ എന്താണ് ബോഡിയിലുള്ള ഓയിൽ കണ്ടൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കളയണം. അപ്പം ഞാൻ ഇത് ആക്ച്വലി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ അതിനുള്ള സമയമില്ല, മടിയും കാരണം ഞാൻ പിന്നെ നേരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തട്ടപ്പാടിലേക്ക് വന്നതാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വൈപ്സ് വെച്ചിട്ട് ഞാൻ ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അത് മതിയാകുമെന്ന് തോന്നുന്നു. എന്നിട്ട് ടിഷ്യൂ വെച്ച് നമുക്ക് തുടച്ചെടുക്കാം, അപ്പം ഡ്രൈ ആവും. ഏതെ പരീക്ഷണമാണ്. ഹായ്, അത് ഉരുവി ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പരിപാടി. അത് മെൽറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഹണിയുടെ സ്മെല്ല് നമുക്ക് നല്ല ഫീൽ ചെയ്യാൻ പറ്റും. മുടി കണ്ടോ, കുറച്ച് ഇട്ടോളൂ. വൈറ്റാവ് കുറച്ചിങ്ങനെ മെൽറ്റായി ബാക്കിയ സ്പാച്ചുല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ നോക്കിയതിനകത്ത് അവർ പറഞ്ഞാല് ഇതിങ്ങനെ മെൽറ്റായിട്ട് വാട്ടർ ഇങ്ങനെ ഡ്രിപ്പ് ആവുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഹീറ്റ് ഓഫ് ചെയ്യണം. എന്നിട്ട് അത് കുറച്ച് തിക്ക് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ആവത്തില്ല. ഇത് നമുക്ക് എന്താ പറയാ ഇളക്കിയെടുക്കാനും പറ്റത്തില്ല എന്നാണ് ആ വീഡിയോക്കകത്ത് കാണിച്ചത്. സോ ആസ് പെർ ദ വീഡിയോ ഐ ആം ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഇത് ഹീറ്റ് ചെക്ക് ഒക്കെ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് നമ്മളെ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളെന്താണ് ഇവിടെ ഈ വൃഷ്ടി ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് പാച്ചക്കോ എന്തായാലും അതിനെ പറയുന്നത്, അതൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്ന ആ വീഡിയോക്കകത്തൊക്കെ. അതിനൊന്നും എനിക്ക് വയ്യ. ഇതിനി എപ്പോൾ കട്ടിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നല്ല ചൂടുണ്ടോ ഈ സമയം? ചൂടുണ്ട് ചൂടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ആ വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ ഇത് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പതുക്കെയാണ് വീഴുന്നത്. പക്ഷേ ഹണി വാക്സ് ആക്ച്വലി സ്ട്രിപ്പ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. എന്തെങ്കിലും സ്ട്രിപ്പ് ഇല്ല, പ്ലെയിൻ സ്ട്രിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇല്ലെങ്കിൽ അടുത്ത ഹണിയല്ല, അടുത്ത ഏതെങ്കിലും ഒരു വാക്സിൻ ഞാൻ ഇതിനകത്ത് ഇട്ട് ഉടുക്കിയിട്ടായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് മീ ട്രൈ ദിസ്. Oh, look at this. കാണാൻ പറ്റുന്നുണ്ടോ? ആവുന്നുണ്ട്. It's working, guys. Oh my god. Okay. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാവുന്നില്ല. It's working. Look at this. ഹെയർ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ എനിക്കറിയില്ല. ഹെയർ കുറെ ഇളകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, thumbs up. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി മൊത്തം ചെയ്യട്ടെ. അത് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഭാഗത്തെ ഹെയർ ഇതിനുള്ളിൽ ബാക്കി ഇതിന് ഫുള്ളുണ്ട്. ഞാൻ അപ്പോൾ ഒന്ന് ചെയ്തിട്ട് വരാം. ഞാൻ മുട്ടിനായിട്ട് മാത്രമേ വാക്സ് ചെയ്തോളായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് ഇതിന്റെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ അത്ര മാക്സിമം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. പക്ഷെ കൊള്ളാം കേട്ടോ, ആ ഒരു പ്രോഡക്റ്റ് വർത്താണെന്നാണ്
എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ടൈം വാക്സിൻ എക്സ്പീരിയൻസ്. സെൽഫായിട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ തീർന്നു കിട്ടി കേട്ടോ. അപ്പോൾ ഇനി സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മുടെ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇനി പാർലറിൽ പോയിട്ട് പൈസ ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. ഓയ്യേ, ഞാനൊരു പ്രൊഫഷണൽ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ഒരു പാർലർ ആരംഭിച്ചാൽ ആലോചിച്ചിരിക്കുന്ന കുറച്ച് കാശ് വരുമായിരുന്നു. മുതൽ മുടക്ക് കുറവാണ്, ലാഭം അധികമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. എന്തായിരുന്നാലും അത് ഓക്കെ, സക്സസ്ഫുള്ളി ഞാനത് ചെയ്തിരിക്കുകയാണ്. യെസ്, ഐ ഡിഡ് ഇറ്റ്. പിന്നെന്താ, അപ്പം ഈ ഒരു ചെറിയൊരു വാക്സിനേഷൻ നിങ്ങൾ വാങ്ങിച്ച് വെച്ച് വീട്ടിൽ തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്കൊരു ലാഭകരമായ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ എപ്പോഴും പാർലറിൽ ഓടേണ്ട കാര്യമില്ല. നമുക്കിപ്പം എപ്പോഴാണോ ഒരു അത്യാവശ്യം വരുന്നത് ആ ഒരു ടൈമിലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേഷ്യൻസ് വേണം, കാരണം നല്ല ടൈം എടുക്കും. ഇപ്പൊ പാർലറിൽ പോയാൽ തന്നെ അറിയാം, അവർ കുറെ കൂടെ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് ചെയ്യും. പക്ഷെ നമുക്ക് സെൽഫായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡിഫക്ട്സ് ഉണ്ടാവും. അതായത് നമുക്ക് ഫുള്ളായിട്ട് കവറേജ് കിട്ടത്തില്ല. കാരണം നമ്മുടെ കാലിന്റെ തന്നെ പിറകു ഭാഗത്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാലും കയ്യോ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ചെയ്യണം. എന്നിരുന്നാലും ഓക്കെ, പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് എന്റെ കൺക്ലൂഷൻ. പേഴ്സണലി ഐ റെക്കമെൻഡ് ദിസ്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മസ്റ്റ് ബൈ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഞാൻ പറയുന്നത്. മസ്റ്റ് ബൈ ആണ്. ഗേൾസ് ഇപ്പം അതുപോലെ എവിടെയെങ്കിലും ഒക്കെ ലൈക്ക് എന്താ പറയാ, ലോങ് ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മാറിയൊക്കെ നിന്ന് ഹോസ്റ്റൽ സ്റ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ വീഡിയോയുമായിട്ട് ഞാൻ എടുത്ത് വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ ഗൈസ്. പിന്നെ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ഐ വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മീ രേവതി, സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ആൻഡ് വ്ലോഗ്സ് ബൈ രേവതി. ബൈ.